ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ക്യാമറമാൻ സൈറ്റിലാണ്. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ ഗ്രൂപ്പ് ഒക്കെ ഉള്ള ഇവിടെയാണ്. ഗൈസ്, അതായത് ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ വണ്ടി കഴുകാൻ വേണ്ടി പോകണം. അതായത് ഇവിടെ വണ്ടി കഴുകാൻ ഇലക്ട്രിസിറ്റി, ടോയ്ലറ്റ്, അതുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. ഗൈസ് നോക്കൂ, നമ്മളുണ്ടല്ലോ നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി പോവാണ്. വണ്ടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഈ കാണുന്ന വർക്ക്ഷോപ്പിലൊന്ന് കയറ്റും. കുറച്ച് പരിപാടിയുണ്ട്. 2-3 ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇടാണ്ട് വണ്ടിക്ക് ഇപ്പം കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും, പിന്നെ ബെൽറ്റൊക്കെ ഇത് ചെക്ക് ചെയ്യണം. അതിന് ശേഷം ഞങ്ങൾ നേരെ ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ട്, ആ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വരും കേട്ടോ. ഗൈസ് നോക്കൂ, അതാണ് നമ്മുടെ പ്ലാനിങ്. ഏതാണ്ട് നമ്മുടെ വിസ കിട്ടാൻ 25th, അതായത് 25-ാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് ചൈനയ്ക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ചൈനീസ് ഡേറ്റ് നമുക്ക് അന്നാണ്. ഒരു ദിവസം മുമ്പായിരുന്നു, 24 പക്ഷേ നമ്മുടെ കൂടുതലുള്ളവർക്ക് ആ വിസ സ്റ്റാമ്പ് ഇല്ലാത്തതുകൊണ്ട് അവർ നേരെ റെക്സോൾ ബോർഡറിൽ പോയേക്കാണ് സ്റ്റാമ്പ് സംഭവങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി. ഗൈസ് നോക്കൂ, സാധാരണ നമ്മളും അത് ചെയ്യേണ്ടതല്ലായിരുന്നു, പക്ഷേ എന്തോ ദൈവനെ കൊണ്ട് നമ്മൾ ചെയ്തു. റസാഖ്, സെബിനും ഞാനും ലിബിനും എല്ലാവരും കൂടി വണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കുക. രണ്ട് ഫുള്ളിന് ഷാമ്പു ഒക്കെ ഒഴിച്ച് സെറ്റപ്പ് ചെയ്യണം. വണ്ടി കഴുകിയപ്പോൾ തന്നെ ഇപ്പം ഓവറോൾ ഒരു നല്ല ലുക്ക് കിട്ടിയിട്ടോ വണ്ടിക്ക്. അല്ലാടാ ലിബിനെ? നല്ല അടിപൊളി ലുക്ക്. ഇപ്പൊ സൈക്കിൾ ചവിട്ട് പോകുമ്പോൾ ഒരു കൊതി, നമ്മൾ ചൈന കയറുമ്പോൾ സൈക്കിളും കൂടെ വെച്ചാൽ സൈക്കിൾ. ലിബിനുണ്ടല്ലോ ബാത്റൂമിൽ ഇതിന്റെ കപ്പ് എടുക്കാൻ പോയി, കാരണം ഷാമ്പു കലക്കി ഒഴിക്കാൻ വേണ്ടി. ഇവിടെ വണ്ടികൾ വരുന്നു പോകുന്നു, വണ്ടികൾ വരുന്നു പോകുന്നു, അങ്ങനെ സെറ്റപ്പ് ആട്ടോ. ബക്കറ്റ് കടച്ചാച്ചാ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അവർ പെടും. ബക്കറ്റുമില്ല കപ്പുമില്ല, അതിനെ എടുത്തിട്ട് വന്നു സെബിൻ മേളിൽ കയറി കേട്ടോ. എനിക്ക് തോന്നുന്നത് പിന്നെ മേളൊക്കെ ഒന്ന് കഴുകാനും ഒന്ന് തൂത്ത് തുടച്ച് സെറ്റപ്പ് ആക്കാനും ഷാമ്പു ഒക്കെ കേട്ടോ. റസാക്ക് അവിടെ ഉണ്ട് കേട്ടോ. ചെളി ഉണ്ടോ ഇക്കാ? ചെളി ഉണ്ടോ? ഷാമ്പു ഇതാ എത്രയാണോ ഷാമ്പൂന് ഇവിടെ? നമ്മുടെ നാട്ടിൽ 2 രൂപ ഉള്ളൂ, ഇവിടുത്തെ പൈസ 5 രൂപ. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. അതന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന സാധനം അത്. ക്ലിനിക് പ്ലസ് അല്ലേ ഇതിന്റെ പേരിനെ വയ്ക്കുന്നത്? സൺസ്ലിക്ക്. ലേശം ഒരു എസ് മാറിപ്പോയതേ ഉള്ളൂ. എന്റെ അമ്മ അതിന്റെ ഇത് കറങ്ങുവാണോ ലിബിനെ? അതിന്റെ ഷാമ്പു പോട്ടി ഷാമ്പു കളിക്കാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. അപ്പൊ അതിന്റെ കളിയും കിട്ടും. സെബി എന്നെ എടുക്കുവാണോ സെബിനെ? ഒരേയാണോ? ലിബിനും സെബിനും മേലിൽ അങ്കത്തിട്ട് തുടങ്ങി കേട്ടോ. അവർ മേലും കൂടെ കഴുകി വൃത്തിയായി. ലിബിന ബോർഡ് മറ്റേ ബോക്സ് ഇല്ലേ, ടോപ്പ് ബോക്സ്, ലിബിന ടോപ്പ് ബോക്സും കഴുകണേ. വേറൊന്നുമില്ല. പിന്നെ ഫ്രണ്ടും സൈഡും ഇതിന് ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ട. അതിന് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ സംഭവത്തിന്റെ പർപ്പസ് ഇതാട്ടോ. ഇത് മടക്കിയും വെക്കാം, അതേപോലെ തന്നെ ഇതുപോലെ നിവർത്താനും പറ്റും. അപ്പൊ ഇതുപോലെ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതാണ് സംഭവം. നമ്മുടെ വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന മാനും എന്തോ പണിയുണ്ട് കേട്ടോ. ബാക്കി ഇവിടെ ഒരു മെക്കാനിക്കേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് ഒരു ബോൾട്ട് ഇടണം, അപ്പം അതിന് മെക്കാനിക്കിനെ കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ അത് പറ്റുള്ളൂ കേട്ടോ. എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. ഇതെന്തൊക്കെ മാറ്റുക. ഉള്ളിൽ കുറേ സാധനങ്ങൾ പോയി കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മാൻ്റെ ട്രക്കാട്ടോ, ഓട്ടോമാറ്റിക് അല്ല കേട്ടോ. വണ്ടിയെല്ലാം കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളിലുള്ള കുറച്ച് പൊടി റസാക്ക പുറത്ത് ഇറക്കും കേട്ടോ. അതായത് ആ മാൻ ട്രക്കിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അവർ ഇന്ത്യയിൽ നിന്ന് ലൈലാൻഡിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് അതെല്ലാം പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈവനിങ് നമ്മുടെ ചെയ്തു തരാമെന്നാട്ടോ പറഞ്ഞത്. ഇപ്പോഴും ഫ്ലൈറ്റ് പോക്കാട്ടോ. നല്ല തണുപ്പാണ്, നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ഉച്ചയായാലും നല്ലൊരു വാമായി ഒരു കൂളിങ് കാലാവസ്ഥയാണ്. ഇവിടെ കയറ്റിയായിരിക്കും നമുക്ക് മാറ്റേണ്ടത്. നമുക്ക് ചെറിയ പണിയേ ഉള്ളൂ. പിന്നെ ഒരാഴ്ച ഉണ്ടല്ലോ. വണ്ടി ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ, ഒന്ന് ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കുവാണേ. ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലൊക്കെ സൗകര്യം ഉണ്ടെന്ന് എന്ത് സൗകര്യമാണല്ലോ ഇതിനെ. പക്ഷേ യാത്ര എത്ര സ്മൂത്താണ്. തായ്ലൻഡ് അങ്ങോട്ടൊക്കെ ഉണ്ട്, മലേഷ്യ തേങ്ങ ഉണ്ട്. നമ്മൾ ഇവിടെ ഉണ്ട്, വളരെ റെയറാ. അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയില്ലല്ലോ. ക്യാമറ സെന്റർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉള്ളു കഴുകിച്ചെങ്കില് ഭയങ്കര പെട്ടെന്ന് ജലദോഷം വരും. പൊടിയല്ല കംപ്ലീറ്റ്. നമ്മള് പുറത്തിറങ്ങി ചളിയോട്ട് ഉള്ളിൽ കയറി ഫുള്ളായി. ഫൈനലി നമ്മൾ വണ്ടി കഴുകി വൃത്തിയാക്കി. ഇവിടെയാണ് നമ്മൾ വണ്ടി കഴുകിയത്. നല്ല രീതിയിലുള്ള കാറ്റെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള കാറ്റാട്ടോ, അപാര കാറ്റാണ്. തൊട്ട് ഇവിടെ ഒരു ജീവാഗൻ പഴയ മോഡൽ, അവിടെ ഡിഫൻഡർ. ഓക്കെ നോക്കൂ, നമ്മൾ നേരെ പോകുന്ന ചന്ദ്രഗിരിക്കാണ്. അപ്പം ഈ കാണുന്ന ഇവിടുന്ന് നമുക്ക് നേരെ ഇങ്ങനെ പോയി അതിൻ്റെ ലൊക്കേഷൻ ഏതാണ്ട് 1.5 മണിക്കൂറുണ്ടെന്ന് റസാക്കോട് ദിവസം പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നത്. എല്ലാവരും വണ്ടി കയറി, എല്ലാവരും കുളിച്ച് ഫ്രഷായി നീറ്റായി സെറ്റപ്പായി. അപ്പോൾ നമ്മൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദ്രഗിരി. ഗൈസ് നോക്കൂ, ചന്ദ്രഗിരിക്കാണ് പോണേ അല്ലേ? ഇവിടുന്ന് അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട്? ഗൈസ് നോക്ക്, ഏതാണ്ട് 350 നേപ്പാളി മണിയാണ് ടിക്കറ്റ് എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. ക്യാമറ എല്ലാം വൃത്തിയായി നീറ്റായിട്ടോ, അതായത് ഫുള്ള് കഴുകി സെറ്റപ്പ് ആയി കഴിഞ്ഞപ്പോൾ ക്യാമറ ഒക്കെ HD ദൃശ്യ മികവോടുകൂടിയാണ് കിട്ടി തുടങ്ങിയത് കേട്ടോ. 20 കിലോമീറ്റർ. കൺമണ്ടു. ഓക്കെ, ഐ ആം ഹിയർ. ഓക്കെ, താങ്ക് യു. നൗ ഇൻ ക്യാമ്പിംഗ് സൈറ്റ്. അവർ വൈകുന്നേരം വരുന്നത് ഗൈസ്. അതായത് എന്നെ സംഭവം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇന്നലെ നമ്മുടെ കൂടുതലുള്ള ഗ്രൂപ്പിൽ നമ്മൾ 6 പേരാണല്ലോ ഉള്ളത്. ഈ 6 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള വിഷയം പറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് പൊളിഞ്ഞു പോകും. അപ്പോൾ ഗ്രൂപ്പ് പൊളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോർ പൈസ കൊടുത്ത് വേണം കയറാൻ വേണ്ടി.
പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയിലുള്ള ഏജന്റാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതൊക്കെ ഈ നേപ്പാളിലുള്ള ആൾക്കാരാണ്. അപ്പം അവര് നമ്മൾ സാധാരണ ഇന്ത്യയിലേക്ക് കയറാൻ നേരത്ത് നമുക്ക് സീലോ കാർനെറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ട് സീലോ ഇതൊന്നും വേണ്ട. ആകെ വണ്ടിക്ക് 350 രൂപ നമ്മൾ പൈസ അടച്ചാൽ വരാം. അവരങ്ങനെയാണ് വന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു വരേണ്ടത്. നമുക്കത് അറിയത്തില്ലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഇത് അറിഞ്ഞത്. എന്തായാലും വളരെ സന്തോഷമായ കാര്യം, അവർക്കെല്ലാം കിട്ടി. അവർ ഇന്ന് രാത്രി ഇവിടെ എത്തും. അതുകൊണ്ട് നമ്മൾ ഇത്രയും സമയം ഇവിടെ ഡിലേ, നമ്മൾ എന്തായാലും 2, 3, 4 ദിവസം ഇവിടെ വെറുതെ 2 ദിവസം ഡിലേ ആയി. 2 ദിവസം ഡിലേ. അപ്പം നമ്മളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നത്. 2-3 ദിവസം നമ്മളിവിടെ ഡിലേ ആയതുകൊണ്ട് നമുക്കും പ്രത്യേകം ചെയ്യാൻ. നമ്മൾ ഓരോ സ്ഥലങ്ങൾ നേപ്പാളിലെ നമ്മൾ പണ്ട് വന്നിട്ട് കാണുന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നും കൂടി ഉള്ളൂ റസാഖ് പിന്നെ സെബിനൊക്കെ. നാളെ എത്ര മണിക്കാ? നാളെ ഈവനിങ്. നാളെ ഈവനിങ് 4 മണിക്ക് ഇവരുടെ നേരെ ഡൽഹിയിൽ നിന്ന് നേരെ അങ്ങോട്ട് നമ്മൾ ഏതാണ്ട് നമുക്ക് ലെക്കിന് ടിക്കറ്റ് കിട്ടിട്ടോ 16,000 രൂപയ്ക്ക് ലെക്കിന്. 16 സെബിനെ 17 അടുത്ത് 20. നേപ്പാളി ഭയങ്കര ടിക്കറ്റ് ഫെയർ കേട്ടോ. 22 അങ്ങനെയൊക്കെയാണ്. ഇവിടുന്ന് ഡൽഹി വരെ പോകാനൊക്കെ 21 ഒക്കെ കേട്ടോ. നോക്കൂ, ഈ ഫ്രണ്ടിൽ കാണുന്ന വർക്ക്ഷോപ്പ് ഉണ്ടോ? ഈ കാണുന്നത് ചൈനീസ് കമ്പനികളുടെ വണ്ടികൾ മാത്രം പണിയുന്ന വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പിന് ഒരു വലിയ പ്രത്യേകത നല്ല പണി ഉണ്ടാവും. അതല്ല, പാർട്സുകൾ കിട്ടാറില്ല. അതാണ് ഒരു വലിയ പ്രത്യേകത. അതായത് ഇവിടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചപ്പം ഇവിടെയുള്ള ആൾക്കാരോട് ഞങ്ങളോട് പറഞ്ഞു തന്ന കാര്യം, അതായത് ചൈനീസ് വണ്ടി മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചൈനീസ് സാധനങ്ങൾ കിട്ടാറില്ല. ഇന്ത്യൻ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ പാർട്സ് കിട്ടും. ഒരു വൈപ്പർ ബ്ലേഡ്, അവിടെ ഒരു ബസ് കിടപ്പുണ്ട്. ഇന്നലെ ഞാൻ കാണിച്ചതെന്ന് എൻ്റെ ഓർമ്മ. ആ ബസ് അവർ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. പക്ഷേ അതിന് പാർട്സ് ഒരു വൈപ്പർ ബ്ലേഡ് കിട്ടാനില്ല. അപ്പോൾ അതിനുവേണ്ടി അവർ ഇനിയിപ്പോൾ ഇമ്പോർട്ട് അതും ചെയ്യണം. ഫോഴ്സ് പോകുന്നത് പടക്കുതിര. നേപ്പാളിലെ ട്രാഫിക് ബ്ലോക്ക്, പ്രത്യേകിച്ച് കാഠ്മണ്ഡുവിലെ ട്രാഫിക് ബ്ലോക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാവുന്ന മാത്രമേ. അതാണ് ഏക പ്രശ്നം, വേറൊരു പ്രശ്നം ഇല്ല. കാര്യം ഇവിടെ ടൗണിൽ മാത്രം വലിയ റോഡ്, ബാക്കിയുള്ള ചെറിയ റോഡാണ്. അവിടെ കാഠ്മണ്ഡു സൈറ്റ് നിയന്ത്രിക്കുന്ന സൈറ്ററാണോ? വേറെ ആള് സ്ലീപ്പറില്ല കേട്ടോ. സ്ലീപ്പർ കോച്ചിലാട്ടോ ഉള്ള സംഭവം ഉണ്ടല്ലോ. ഭയങ്കര തിരക്കാട്ടോ കാഠ്മണ്ഡു. ഈ വണ്ടിയിലെ ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രിസിറ്റി സപ്ലൈ ഏരിയ ആയിട്ട് കാണുന്നത്. ഇവിടെയാണ് ഫോൺ അല്ലെ ലിബി? പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടുമ്പോൾ ചാർജ് ചെയ്താൽ നമുക്ക് അത്രയും നല്ലതാണ് ബാറ്ററിക്ക്. അതുകൊണ്ട് നമ്മൾ വണ്ടി പരമാവധി ഓടുമ്പോഴാണ് കുത്തി വെക്കുന്നത്. എന്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നറിയത് എന്നാ ക്ലിയർ ആണെന്നറിയോ? എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കും. ആ ക്യാമറ ഈ ക്യാമറ ഇഷ്ടപ്പെട്ടെ. രണ്ട് രീതിയാ. സത്യസന്ധമല്ല, രണ്ട് രീതിയാട്ടോ. അത് നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധനം, ഇത് നമ്മൾ വണ്ടി വെക്കുന്ന സാധനം. പോകുന്ന വണ്ടികളെല്ലാം ഫോട്ടോ എടുക്കുന്ന കാണുന്ന കേട്ടോ. ഇത് നമ്മളന്ന് കംബോഡിയ കയറാൻ നേരത്തെ കണ്ടു ഈ സംഭവം. ഇനി അങ്ങോട്ട് കാണാൻ പറ്റുമായിരിക്കും. ഫൈൻ എന്തായാലും ഉണ്ടല്ലോ. ഞാൻ കുറെ രാജ്യത്ത് ഓടിച്ചില്ല, 4 രാജ്യത്ത് ഓടിച്ചില്ല. അതിന്റെ എക്സ്പീരിയൻസ് പറയാണ്. പോലീസുകാർ പിടിച്ചിട്ട് ഫൈൻ അടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്റെ റെസിപ്റ്റില്. അല്ലാതെ ക്യാമറയിൽ മറ്റു സംഭവങ്ങളൊക്കെ ഫൈൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ വണ്ടി നമ്പർ നോക്കാൻ അവർക്ക് കിട്ടൂല. മലേഷ്യയിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള അത്യാവശ്യം ഫൈൻ കിട്ടേണ്ടതാണ്. കാരണം ഓവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് കിട്ടിയില്ലോ അല്ലേ? ഇഷ്ടം പോലെ ക്യാമറ കടകടകടകടാന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സംഭവിച്ചിട്ടില്ല കേട്ടോ. നോക്കിയേ എന്നാ ബ്ലോക്കാന്ന് നോക്കിയാൽ മേളിലും താഴെയും നമ്മൾ മെളിക്കേറിയേ. നമുക്ക് ഇവിടെ നിന്നാണ് തിരിഞ്ഞു പോകേണ്ടത്. ആണോ? നമുക്ക് മെയിൻ റോഡിൽ തിരിയാൻ പറ്റൂലായിരുന്നു. അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ ഇവന്. ഇവിടുന്ന് ഓപ്ഷൻ ആണോ? രണ്ട് തുപ്പിക്കാർ എന്നെ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന നോക്കിയവര്. അവരൊന്നും അറിയാതെ അവിടെ ഊതിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര പിരിപാടാണ്. ഇവിടുന്ന് കറക്റ്റ് കാണാം. കറക്റ്റായിട്ട് എടുത്തായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, ഇവരുടെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞാണല്ലോ ഈ നീലക്കുപ്പായിട്ട് ഇവരുടെ മുമ്പിൽ പെട്ട ഊരി എടുക്കൂട്ടോ നമ്മള്. ഇങ്ങോട്ട് വരാൻ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലം അല്ലേ ഇവനെ? ഇതല്ലേ ചേരി അല്ലേ ഇവന്? ഇത് കുറെ സ്ഥലമുണ്ടോ സാധാരണക്കാര് ഈ ഒരു സെറ്റപ്പ്, പിന്നെ അത്യാവശ്യം സെറ്റപ്പ് ഉള്ളവരുണ്ട് ഇതേപോലത്തെ സെറ്റപ്പ്, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ്. പിന്നെ വേറെ കാര്യമുണ്ട് ഇവനെ, ഇതിന്റെ ബിൽഡിങ്ങില്ലേ താഴെ കടയും മേളിൽ ഇവര് താമസിക്കുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇവിടെ കൂടുതൽ. യുഎന്നിന്റെ വണ്ടി ഉണ്ടല്ലോ ഇവനെ. എവിടെ പോയാലും ഈ വണ്ടിക്ക് മാത്രം നീല നമ്പർ പ്ലേറ്റ് ആയിരിക്കും. ചൈനീസ് ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നില്ല. നല്ല കിട്ടിക്കാച്ചി വണ്ടിയാണ്, നല്ല രസമല്ലേ കാണാൻ വേണ്ടി. 2 പേർക്ക് സഞ്ചരിക്കാൻ ചൈന ഗാർഡ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാല് അതെനിക്കറിയില്ല. നല്ല ഒരു മിനി കൂപ്പറിന്റെ വേറൊരു ഭഗവേദമാണ്. ഇത് ചൈന നമ്പർ പ്ലേറ്റ് അല്ലല്ലോ ഈ നേപ്പാളി. ഫൈനലി ഞങ്ങൾ ഡ്രൈവേഴ്സ് ചേഞ്ച് ആയിട്ടോ. ഇപ്പൊ സെബിനാണ് വണ്ടി എടുക്കുന്നത്. നേരെ ഫ്രണ്ടിലേക്ക് കേട്ടോ. ഇവിടെ ഫോഴ്സ് പണിയുന്ന സ്ഥലം ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം നമുക്കും ഫോഴ്സ് വർക്ക്ഷോപ്പ് ഒന്ന് കണ്ടുപിടിക്കണം. സമയമുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചെക്കിങ്ങും ബുഷുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് അപ്രോക്സിമേറ്റ് നിസ്സാര കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കേബിൾ കാറിലേക്ക്. ഫൈനലി നമ്മളങ്ങനെ നമുക്ക് കയറേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തി കേട്ടോ. ഇവിടെ ആയിരിക്കും എൻട്രി. ഈ കാണുന്ന ഇവിടെ നിന്നാണ് കയറേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഫൈനലി നമ്മുടെ വണ്ടി അങ്ങനെ നേരെ പാർക്കിങ്ങിലേക്ക് കയറ്റും കേട്ടോ. അതായത് ഈ കാണുന്ന ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ വന്നത്. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കാൻ പോകേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കിടിലം കയറ്റുന്ന വെച്ചാൽ കിടിലം കയറ്റും കേട്ടോ. തീർച്ചയാണ് കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി അങ്ങനെ ഫൈനലി പാർക്കിംഗ് കയറ്റി. ഈ കാണുന്ന ഇവിടെ നമ്മൾ പാർക്കിംഗ് ഇടും. ഈ കാണുന്ന സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന കിടിലൻ
കാഠ്മണ്ഡുവിൻ്റെ വ്യൂ നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ആ ഒരു രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കും ഗൈസ്. നോക്കൂ, ഫൈനലി വണ്ടി പാർക്കിങ്ങിലേക്ക് പോയി. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പോൾ എവിടുന്ന ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ്, ഏതാണ് സംഭവം എന്ന് അറിയത്തില്ല. കാരണം പാസ്പോർട്ട് കൊടുക്കണോ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ സംഭവങ്ങളും അവിടെ ചെന്നിട്ടോ നമുക്ക് എൻക്വയറി ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം നല്ല രീതി ബിസിയാണ്, തിരക്കാണ്. കാഠ്മണ്ഡുവിലുള്ളൊരു എനിക്ക് തോന്നുന്നൊരു ഐക്കോണിക്കൽ സംഭവമാണെന്ന് തോന്നുന്നു, വ്യക്തമായ ധാരണയില്ല. എയർപോർട്ടിൽ എപ്പോഴും ഫ്ലൈറ്റ് ആട്ടെ. എനിക്ക് തോന്നുന്നത് മെയിൻ എയർപോർട്ട് ഈ ഒരു കാഠ്മണ്ഡുവിലാന്ന് തോന്നുന്നു. അതായിരിക്കും സംഭവം. വരട്ടെ കറക്റ്റ് ഇട്ടോ ലിപി, ഞാൻ പറഞ്ഞില്ലേ കാണിക്കണം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ സസ്പെൻഷനും കൂടെ ഒന്ന് നോക്കണം കേട്ടോ, നല്ല കാര്യമല്ലേ. ഈ കാണുന്ന ചൈനീസ് വാനാട്ടോ. ഈ സാധനം ഹൈലക്സിന് പകരം ഇവിടെ വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു, ഈ പുള്ളി ഈ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. ഹായ്, എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് ചൈനീസ് വെഹിക്കിൾ, ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, ഇലക്ട്രിക്കൽ, ഓ നോട്ട് എൻജിൻ, മോട്ടർ. ഓ ഐ സി, ഓക്കെ താങ്ക് യു. ഇത് പിന്നെ ചൈനയുടെ ഇലക്ട്രിക്കൽ വാനാടാ ഇവനെ. ഇലക്ട്രിക്കാ, നോ എൻജിൻ, മോട്ടർ ഉള്ളി. അതറിയത്തില്ല, ഓട്ടോമാറ്റിക്കാ. അതാ സംഭവം. ഇ വി ആട്ടോ. ഓ അത് കലക്കിലോ. ഈ ഹൈലക്സ് ഇപ്പോൾ ഇവിടുന്ന് മൊത്തം ഔട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഫുള്ള് ഇതാ പൂട്ടിയോടാ, ഫുള്ള് പൂട്ടിയോ ഗൈസ്. ഫൈനലി വണ്ടി മൊത്തം പൂട്ടി. ഒരു ഓഫാക്കണം, ഒരു ഇലക്ട്രിക്കിൻ്റെ സംഭവം ഓഫാക്കണം. അതായത് ബാറ്ററി ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോവും. ഈ വണ്ടി നിർത്തിയാക്കുന്ന ഇവിടുന്നുണ്ടല്ലോ ഫ്രണ്ടിലേക്ക് മാരക വ്യൂ ആട്ടോ. ഫുൾ കാഠ്മണ്ഡുവിൻ്റെ ഏകദേശ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റും. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നുണ്ട്, മറ്റേ ഈ ഓയിൽ സൂക്ഷിക്കുന്ന, അതായത് പെട്രോൾ ഡീസലൊക്കെ സൂക്ഷിക്കുന്ന ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഈ കാണുന്നൊക്കെ കേട്ടോ. ഇഷ്ടംപോലെ കാഴ്ച നമുക്ക് കേബിൾ കാർക്ക് ഇറങ്ങുന്ന നേരത്ത് കാണാം കേട്ടോ. ഇവിടെ ഓവർ വലിയ ബിൽഡിങ്ങുകളില്ല അല്ലടാ, എല്ലാം മിഡിൽ അല്ലേ, ഒരു മിഡിൽ രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. പോവാം, നമുക്ക് ടിക്കറ്റിൻ്റെ കേസ് നോക്കാം. അത്യാവശ്യം തിരക്കാന്ന് തോന്നുന്നു, റഷാന്ന് തോന്നുന്നു. ഐസ് നോക്കൂ, ഫൈനലി വണ്ടി പൂട്ടി ലോക്ക് ചെയ്തു. നമ്മൾ നേരെ ഇനി ഫ്രണ്ടിലേക്ക് പോവാണ്. ഒരു കാലത്ത് ഇവിടെ സ്കോർപ്പിയോ ഒക്കെ പമ്പൻ സെറ്റപ്പ് ആയിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാധനം കേട്ടോ, റെക്സ്റ്റൺ സാങ്യാങ്ങിൻ്റെ മഹീന്ദ്ര കൊണ്ടുവന്നേ. ഇത് മഹീന്ദ്രയുടെ കയ്യിലായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കൊടുത്തെന്ന് തോന്നുന്നുടാ. ഇവിടെ ഭയങ്കര മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ EV, അതായത് ടാറ്റ നെക്സോൺ ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. ടിയാഗയും ഇഷ്ടം പോലെയാന്ന് പറഞ്ഞ വണ്ടി. ഐസ് ചന്ദ്രഗിരി ഹിൽസ് ലിമിറ്റഡ് എന്നടാ വേർ ഈസ് കം ട്രൂ. ഗൈസ് നോക്കൂ, നമ്മൾ കയറി വരാൻ നേരത്ത് ഈ കാണുന്നൊരു സെറ്റപ്പാട്ടോ, ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഒരു വേറെ ഫീലിംഗ്. ഞാൻ ആദ്യമായിട്ട് വരുവാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട്. ഇവിടെ VIP പാർക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഇവിടെ ചെയ്യാൻ മതിയല്ലടാ. തെറ്റായിപ്പോയി. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പ് ആൻഡ് ഡൗൺ. ഭയങ്കര പൈസ കുറവാണല്ലോ. പെർ പേഴ്സൺ 1000. ഇത് ഈ കാണുന്ന ഇതിലാണ് നമ്മൾ കയറുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് 4 പേർക്കും കൂടെ എത്രടാ? തേങ്ങയാണ്. അല്ലടാ, ഒരാൾക്ക് എത്ര പറഞ്ഞു? 1500 നേപ്പാളി. ഇന്ത്യൻ മണി കൂട്ടുമ്പോ എത്രടാ? 3000 രൂപ 4 പേർക്ക്. 3000 സംതിങ് വരും കേട്ടോ 4 പേർക്ക്. ഈ ഒരു സംഭവമാണ് നമ്മൾ പോകുന്നത്. പൈസ ഇല്ല, കാർഡ് കൊടുക്കുക, പൈസ ഇല്ല. അവിടെ ഇൻഫർമേഷൻ സെന്റർ കാർഡ് കൊടുത്തിട്ട് വേഗം തരാൻ. അതാ ടിക്കറ്റ് സെന്റർ, അതാട്ടോ ആ കാണുന്ന അതാണ് ടിക്കറ്റ് സെന്റർ. അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് എൻട്രി ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാനിവിടെ ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടൊരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു സ്ഥലം കേട്ടോ. ഇത് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും കേട്ടോ. ഇന്ത്യ കാർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മോനെ. അതെ US പീപ്പിളിന് US ഡോളർ റേറ്റ് അല്ല, US-ന് 133, യൂറോപ്പിന് 152. ഇന്ത്യ എത്രയാ? ഇന്ത്യ ലിസ്റ്റിൽ പോലും ഇല്ല കേട്ടോ. ഇന്ത്യൻ 160 രൂപ കാർഡ്. ഗൈസ് ഞങ്ങൾക്ക് ഇത്രയും പിന്നെ കയ്യിൽ അത്ര പൈസ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കാർഡ് കൊടുക്കുവാണ്. നമ്മൾ സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? ഇത് ആര് പറഞ്ഞാൽ എന്തായാലും അടിച്ചു നോക്കണമല്ലോ. സെയിം സെറ്റപ്പ് തന്നെ. അത് അവിടെ ഒരാൾക്ക് കയറണേൽ ഏകദേശം 8000 രൂപ. സത്യം പറഞ്ഞു കഴിഞ്ഞാലോ ഈ ഫെയർ കുറവാന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. 700 രൂപ എനിക്ക് അത്ര കുറവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതാരാ മേക്ക് ചെയ്തെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. എടാ നിക്കണം ഇതാരാ ഉണ്ടാക്കിയെന്ന് അടിച്ചു നോക്കുക, എന്നിട്ട് നമുക്ക് പോവാം. ഇതുണ്ടാക്കിയേക്കുന്ന ലിബിൻ വർഗീസ്, നിച്ചാട്ട് കുഞ്ഞോന്റെ മകൻ, ക്ലീനർ പിയോ. ഇതാടാ എൻട്രൻസ്. 10ാം ക്ലാസ് പഠനം. ഇതാന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ 4 ടിക്കറ്റ്. ഇതുണ്ട്, ഇത് 1, 2. ഇത് മേലേക്കും താഴോട്ടും വരാനുള്ള നമ്മുടെ ടിക്കറ്റാണ്. ചന്ദ്രഗിരി ഹിൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ടിക്കറ്റ് ആട്ടോ. ഇതാ കേബിൾ കാറുള്ള സാധനം കിട്ടി കേട്ടോ. വളരെ പൈസ കുറവാട്ടോ, 700 രൂപ പെർ പേഴ്സണ് വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ലെങ്ത് കുറവാന്ന് തോന്നുന്നു. റസാക്കെ നിനക്കെന്നാ തോന്നേ?
ഇത് കയറുന്നതിന് മുമ്പ് ഏത് രാജ്യമാണ് അല്ലെ ഏത് രാജ്യത്തിന്റെ സപ്പോർട്ട് കൂടിയാണ് അല്ലെങ്കിൽ ഇവരാണ് ഇത് ഉണ്ടാക്കിയെന്ന് ഇതാരും ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയണുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗൈസ് നോക്കൂ. അതായത് 9000 ഫീറ്റ് ലെവലിലേക്കാണ് നമ്മൾ ചെല്ലാൻ വേണ്ടി പോകുന്നത്. ഇതൊന്നും നല്ല രസം. അതെ 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 അല്ലല്ല ഇതിലാണ് നടന്നു കയറാം. എന്തിയേ കമാൻ ഇത് കയറി പോകുന്നുണ്ട് ഇവിടെ കാണാൻ കേട്ടോ. സംഭവം ഞാൻ പറഞ്ഞുതരാം. 9000 ഫീറ്റ് ഉയരത്തിലേക്കാണ് പോകുന്നത്. ഏതാണ്ട് 2.4 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൈർഘ്യം. സെറ്റപ്പ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊന്ന് ഒരു ഇതിൽ 6 പേർക്കാൻ തോന്നുന്നു. ഹൗ വെരി അമേസിങ് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ബട്ട് ഓൾസോ വെരി താങ്ക് യു. എല്ലാം സെക്യൂരിറ്റി ചെക്കാ മോനെ. ടിക്കറ്റ് വിട് ഇവിടെ എല്ലാം സെക്യൂരിറ്റി ചെക്കപ്പാ. മുറിക്കണോ? 4 പേരെയും കൊടുത്താൽ മതിടാ. അടിച്ചു 4 ടിക്കറ്റ് അടിച്ചു കേട്ടോ. ഒന്ന് പോട്ടെ. അതേപോലെ എയർപോർട്ടിൽ പോലെ തുറന്നു തരും കേട്ടോ. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇത് അതിൻ്റെ കറങ്ങുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേബിൾ കാറിൻ്റെ മിഷനും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതേപോലെ തന്നെ ഓരോ ടീമിനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക കേട്ടോ. എന്നാണ് എൻ്റെ ഫോണാ ഐസ് നോക്കും. ഫോണും സംഭവങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേബിൾ കാർ കയറാൻ പോകുന്നത്. റസാക്ക ഓൾറെഡി കയറിയിട്ടുള്ളല്ലേ? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു കേബിൾ കാറിന് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇറ്റ് ഈസ് വെരി അമേസിങ് ടൈം. ഗൈസ് നോക്കൂ. അതായത് ഇത് കണ്ടോ, ഇത് ടീമുകൾ വരുന്നു, ഇത് പോകുന്നു കേട്ടോ. ഇത് വന്നത് ഇത് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് സെറ്റപ്പ്. ഈ സംഭവം നിൽക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ പെതിയെ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കേട്ടോ. നമുക്കുള്ള വണ്ടി വന്നു. ഇത് ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വണ്ടി കേട്ടോ. ഈ കാണുന്ന വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ കയറി പോകും. അവിടെ ഇത് ലോക്കിങ് ഇത് കണ്ടോ. അവിടെ ലോക്കിങ് സിസ്റ്റം ആടാ. ഐസ് കുറേ പേര് നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാരൊക്കെ ഇതിൽ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ കേട്ടോ. വാ യെസ് കയറാം. ഇടിച്ചു കയറിക്കും. സൈഡ് സീറ്റ് ഇടി. വണ്ടി റണ്ണിങ് ആട്ടോ. റണ്ണിങ്ങിൽ തന്നെ കയറിക്കണം. അയ്യോ നമ്മള് 4 പേരേ ഉള്ളൂ. ഇല്ല നിക്കത്തില്ല. അതിനെന്തോ സെറ്റപ്പ് ഉണ്ട്. സെബിന് പേടിക്കും കാറും എന്നൊക്കെയാ പറഞ്ഞത്. ദൈവത്തിന് അറിയാം. ഈ കാണുന്ന സാധനം ഇപ്പൊ ക്ലോസ് ആണ് കേട്ടോ. അത് ക്ലോസ് ആയിട്ടില്ല. ഇതിങ്ങനെ പെതിയെ കേട്ടോ. എന്നിട്ട് ഇതൊന്നും വലിയ പ്രൊപ്പലർ പോലത്തെ സാധനമാണ് കറങ്ങുന്നേ. ഈ സാധനം ഇത് റബ്ബറാണോ? വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. ഊമ്പേട്ടാ സംഭവം കുലുങ്ങി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനത്തെ പോകുന്നത്. കയ്യിൽ നിന്ന് പോയി മോനെ. സംഭവം കയ്യിൽ നിന്ന് പോയിട്ടാ. ഇല്ല. ഓ അമേസിങ്. ഇത് കൊള്ളാട്ടോ. ഇത്ര നേരം വരെ ഭയങ്കര ഒരു ടീം പോകുന്നു. ഇത്ര നേരം വരെ ഒരു സൗണ്ട് ആണ്. ഇപ്പൊ സൗണ്ട് ഇല്ല. ഇത് ഇതേപോലത്തെ ഒരു സ്ഥലത്തൂടെ കയറി പോകുന്നേ. മറിക്കടാ സ്റ്റെപ്പിനെ. ഞാനൊന്ന് എന്റെ ഒളി ക്യാമറകൾ ഇതിനകത്ത് നോക്കൂ. ഇത് കണ്ടോ. ഇങ്ങനെയാട്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം. ഇങ്ങനെയാണ് കയറി പോകുന്നത് കേട്ടോ. എന്റെ ക്യാമറയുടെ പരിധികൾ വെച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതിന്റെ അകത്ത് അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണാം. ഇത് കൊള്ളൂല കേട്ടോ. ഇത് കൊള്ളൂല. ഇതിനകത്ത് നല്ല വ്യൂ കിട്ടൂല. ഇവിടെ വലിയ വ്യൂ ഇല്ല കേട്ടോ. ഈ കാണുന്ന ഗ്ലാസ് ഊമ്പലാ. അതിന്റെ പരിപാടിയാണ് കാണിച്ചേ. കിട്ടും. എന്റെ അമ്മോ എന്നാ പൊക്കോ നോക്കണം സെവന. എന്റെ അമ്മോ എന്നാ വലിയ പൊക്കത്തിലേക്കാ പോകുന്നത് നോക്കി. താഴോട്ട് നോക്കിയേ. എന്റെ അമ്മോ വെരി സൂപ്പർ. ഇതാ റസാക്ക. ഇതാ അവിടെ മാർക്കില്ല. പിന്നെ എന്റെ പൊന്നെ താഴ്ച നോക്കിയേ. നീ പേടിക്കും നാളും കേട്ടോ. കേറുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിള്. ഭയങ്കര സ്പീഡാ. ഫോറസ്റ്റിന്റെ സൈഡ് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ. എല്ലാം ഫോറസ്റ്റ് ഏരിയകളാട്ടോ. വലിയ ലൈൻ കമ്പി സംഭവങ്ങളൊക്കെ കാണാം. ഓ ഇത് എന്തൊരു ഹൈറ്റിലേപ്പോ നമ്മളുള്ളതെന്ന് അറിയാവോ. ഓ ഇത് ഭയങ്കര സെറ്റപ്പ് ആട്ടോ. നമ്മൾ കേറുന്ന സംഭവം കേട്ടോ. ഞാൻ ഫോണ് പുറത്തിട്ടാ പിടിക്കുന്നത്. പക്ഷെ അത്ര സേഫ് അല്ല കേട്ടോ. അല്ലടാ സെവിനെ. ഇതേ പൊങ്ങി പോകുന്നോ. നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരാന്ന് നോക്കിയേ.
ഇറ്റ് ഈസ് അമേസിംഗ് മാൻ. ഇതിന്റെ പിടി ഇവിടെ വിട്ട് കഴിഞ്ഞാൽ ഒറ്റ പോകും താഴോട്ടല്ലേ. തീർന്നു. പൊട്ടിയിട്ട് ചൈനയിലൊക്കെ കുറെ പൊട്ടിയിട്ടുണ്ട്. ചൈനയിലൊക്കെ ഇത് കുറെ പൊട്ടിയിട്ടുണ്ട്. പോടാ എത്ര പേരാ കേറി ഇറങ്ങി വരുന്നത് നോക്കി അടുത്ത ടൈമില്. വേറെ കാര്യമുണ്ട് കേട്ടോ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ എന്തെങ്കിലും പറ്റിയില്ല എല്ലായിടത്തും സാധാരണ ഇതിന്റെ അകത്ത് കയറുമ്പോ എഴുതി മേടിക്കും, വെളിയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദിത്തം. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല. ഒരു ഉത്തരവാദിത്തം ടിക്കറ്റ് തന്നാ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ശരിയാ, ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇത് എനിക്ക് ഇതെന്നെ സംഭവം അറിയാവോ? സംഭവം ഞാൻ പറഞ്ഞുതരാം. സംഭവം അറിയാവോ? ഈ കുലുക്കം വരുന്നറിയോടാ, ഈ കാണുന്ന അതിന്റെ പില്ലറുകളില്ലേ, പില്ലർ, ഈ പില്ലർ, ഈ പില്ലറിന്റെ ഇതാണ് കുലുക്കം കേട്ടോ. സംഭവം നൈസ് കേട്ടോ. ഫീലിംഗ് പ്രകൃതിയോട് ചേർന്ന് യാത്ര ചെയ്തോട്ടോ. ഇതേപോലെ പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് യാത്ര. കുറെ മലകൾ കയറി പോകുന്നുണ്ട് എടാ സെബിനെ. ഇത് കുറെ മലകൾ കയറി പോകുന്ന കേട്ടോ. ഇത് ഒരു ടീം പോകുന്നു. ബായ് ഗയ്സ്. ഇതെങ്ങനെ സംഭവിച്ച കുറെ മലകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ടവറാട്ടോ. ടവറിൽ കൂടെ ഇത് നോക്കണോ സെബിനെ? കാഠ്മണ്ഡുവിന്റെ കാഴ്ച നോക്കിയേ. ലേറ്റ് ടൗൺ പോലെ ഇല്ലേ കാഠ്മണ്ഡു ടൗണ്? ഒരു ടൗണ്, കുന്നിൽ വീട് അല്ലേ? നമ്മുടെ ബേക്കിൽ തന്നെ വേറെ ഒരെണ്ണം വരുന്നുണ്ട്. ഇതെങ്ങനെയാ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവത്തിന് അറിയാം. അല്ലെന്ന് ഇത്ര ഗ്യാപ്പിലൊക്കെ ഇത് പോകുന്നേ. അത് കറക്റ്റ് സെറ്റ് ചെയ്താടാ, കറക്റ്റ് സെറ്റിംഗ് അവിടെ ആണോ? സ്പീഡ് കുറവുണ്ടെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. കേറുന്നതിന് സ്പീഡില്ല. അടുത്ത ടവർ ടവർ ഇപ്പം കുലുങ്ങും സെബിനെ. സെബിൻ ഇപ്പം കുലുങ്ങും പടപടയെന്നും പറഞ്ഞു. ഇതുണ്ടോ? ഇവിടെ സിമ്പിൾ. ഇതേ ഇതിന് പൊട്ടുണ്ട് കേട്ടോ. മാർക്ക് ഇതേ റസാക്ക് അവിടെ നിക്കില്ല കേട്ടോ. ഫൈബറിന് പൊട്ടലുണ്ട് കേട്ടോ. ഈ സൈഡിലോട്ട് ഫുള്ള് കണ്ടോടാ. ഈ സൈഡിലോട്ട് ക്ലിയർ ആയിട്ട് കണ്ടോ. റോഡ് നോക്കി, റോഡിന് സ്പീഡ് ഇല്ലാത്തവർ വന്നടാ. തിരിച്ചു വരുമ്പോഴായിരിക്കും രസം. ഭയങ്കര സ്പീഡ് കേട്ടം കയറുമ്പോ സ്പീഡ് കുറവായിരിക്കും, സ്പീഡ് മറ്റേ കിറക്കം കയറുമ്പോ സ്പീഡ് കൂടുതലായിരിക്കും. സെബിനെ നിനക്ക് ചെറിയ പേടിയുള്ളതിന്റെ ഒരു ഇത് എന്തായാലും മുഖത്തുണ്ട് കേട്ടോ. അന്ന് നീ തിരിഞ്ഞത് പേടിയില്ല. ഡാൻസ് കളിക്കടാ, ഡാൻസ് സംഭവം അവൻ ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു പൊക്ര കാഠ്മണ്ഡു ഏരിയകളിലേക്ക് പോകുന്ന റോഡുകളൊക്കെ ആയിട്ട് കാണുന്നത്. സൂപ്പറാണല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഓരോ വില്ലേജുകൾ കാണാം കേട്ടോ. ഇതാ വില്ലേജുകളുണ്ടോ ഇഷ്ടം പോലെ. നല്ല വ്യൂ കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടി അല്ലേ. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് മറ്റേ ഷോർട്ട് കട്ട് റോഡേക്കാ. ഇതാണ് നമ്മളൊന്ന് വരേണ്ടത് റോഡ്. കാര്യമുണ്ട്, ഇതൊക്കെ ഒരു 12 മണിയാകുമ്പോൾ കയറണം. ഉച്ചകൂടെ ക്ലൈമറ്റ് നല്ലതായിരിക്കും. ടൈം നീ പറഞ്ഞ് തെറ്റിപ്പോയി. ഒരു 3 മണി 4 മണി ഈ സമയം ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ വിചാരിച്ചത് റസാക്കോട് പറഞ്ഞ് നമുക്ക് കുറച്ച് താമസിച്ച് കയറാം. കാരണം ഫുള്ള് നോക്കിയേ കുന്നിൻ ചെരുവിക്കൂടെ. ഓ അങ്ങ് കുന്നിൻ ചെരുവിലൂടെ ആട്ടെ പോണേ അല്ലട്ടാ സെബിനെ. ഭയങ്കര കുന്നിൻ ചെരുവിലൂടെ ആട്ടെ വണ്ടി പോണേ. എന്തിയെ ഇറങ്ങാൻ നേരത്തൊന്നും ഞെട്ടു കേട്ടോ നിങ്ങള്. ഇത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, നിക്കരുത് നിക്കരുത്. പിന്നെ അതേപോലെ തന്നെ 640 കപ്പാസിറ്റി. പിന്നെ ലിക്കർ ഉപയോഗിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, തീപ്പെട്ടി ഇടരുത്. ഇതൊക്കെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോരം എണ്ണം വേണം? എനിക്ക് എന്നിട്ട് 100 എണ്ണം ഉണ്ടോ വലുത്? സെബിൻ പറഞ്ഞത് ഞാൻ കേൾക്കട്ടെ. എടാ അവിടെ വലിയ കൺസ്ട്രക്ഷൻ ഉണ്ടോ സെബിനെ? ഇതേ ഇവിടെ വമ്പൻ കൺസ്ട്രക്ഷനാ. ഇതേ ഇത് നോക്കടാ. ഇതേ ഈ കാണുന്ന ഇവിടെയാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. ഇതുണ്ടോ ഇവിടെയാണ് എത്തേണ്ടത്. ഇതേ ഇവിടെ കണ്ടോ, ഇവിടെ ഭയങ്കര ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഓ ഇറ്റ് ഈസ് അമേസിങ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ വലിയ ബിൽഡിംഗ് കണ്ടോ. ഇത് കണ്ടോ വലിയ ബിൽഡിങ്ങുകൾ. എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു നമ്മൾ കയറി പോകേണ്ട സ്ഥലം. അവിടെ ഹോട്ടലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോ ഇതായിരിക്കും കേട്ടോ. ഇത് ഇറങ്ങി വരുന്നു. ഇവിടെ റേഞ്ച് ഉണ്ട് കേട്ടോ. സംഭവം കലക്കി. നമ്മുടെ കേബിൾ കാർ ഇപ്പം വളരെ സ്ലോയിലാണ് പോണേ. കാരണം വെച്ചാൽ ഫ്രണ്ട് കേബിൾ കാറിന് അപ്പം അഡ്ജസ്റ്റ് ചെയ്താ പോകുന്നത്. പിന്നെ ഹൈറ്റ് കയറുന്നതനുസരിച്ച് സ്പീഡ് കുറയുന്നുണ്ട്. ഇറങ്ങൂലേ, ഇറങ്ങുന്ന സമയത്ത് ചെറിയ സ്ലോ ആവുന്നില്ല വണ്ടി, ആൾക്കാർ കയറാൻ വേണ്ടി. അതിന്റെ ഒരു സ്ലോ മാത്രമേ. എന്റെ അമ്മയെ നമ്മൾ എന്തോരം ദൂരം സെബിനെ ഇങ്ങോട്ട് നോക്കിയേ. അടിയിലേക്ക് നോക്കിയേ. ഓ സഹദേവനെ കാണും കേട്ടോ. മൂലംകുഴി സഹദേവനെ നോക്കിയേ. എന്റെ അമ്മ അത് പുതിയൊരാളാ. എടാ ഇതിനനുസരിച്ച് ഒരു വേ ഉണ്ടല്ലോ സെബിനെ നോക്കി. ഈ മലയ്ക്കകത്തൂടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വണ്ടി കയറിയതവനെ.
എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിന്റെ മേളിലൊന്നും വളരൂലെന്ന് തോന്നുന്നു. കറണ്ട് ആയിരിക്കും ഇത് ഈ വടം. അത് വെട്ടി ഒഴിവാക്കിയതാ. പിന്നെ എങ്ങനെയാ ഇത് പോകുന്നത്? ഇത് കറണ്ട് ആയിരിക്കും ഈ വടം. അല്ല, പിന്നെ കെട്ടി വലിക്കുന്ന പിന്നെ ഇതിനകത്ത് ചാർജ് ചെയ്ത് പോകും. പോടാ പൊട്ടന്മാര്, നിങ്ങൾ എന്നാ പറയുന്നത്? എന്ത് കറണ്ട്? ഇത് ഈ ലൈൻ കറണ്ടാ, ഏത് ലൈൻ? ഈ കേബിള് മേലത്തെ. അത് വെറും റോപ്പാണ്. അപ്പൊ ഇതെങ്ങനെ സഞ്ചരിക്കുന്നത് എങ്ങനെയാ? അതിന്റെ കറണ്ട് ലൈൻസ് ഒക്കെ മേലെ കാണുന്നില്ലേ? 3 മേലെ 8 ടോപ്പില്. ഇത് വെറും റോപ്പാണ്. ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ള ഇത് പോകുന്ന തോന്നി. തപ്പാനൊന്നും ഞാൻ വരൂല്ലോ, തമാശല്ല കേട്ടോ. ഇവിടെ എന്നാ താഴ്പോയി കിട്ടിയല്ലേ? എന്തോ സംഭവം ആടാ സെബിനെ, ചന്ദ്രയിൽസ് എന്തോ സംഭവം. എന്താ അത്? ഒരു സംഭവം കേബിൾ കാർ ആക്കിയെന്ന് അല്ല. അശ്ശേ, ഇവിടെ ചന്ദ്രയിൽസ് എന്ത് ഇത്? വേറെ സാധനങ്ങൾ കൊണ്ടുവന്നേ. എക്സ്ട്രാ പണി വർക്ക് നടക്കൂല, കൺസ്ട്രക്ഷൻ നടക്കുമ്പോ അതിന്റെ സാധനം. ഞാൻ പറയുന്നു ചന്ദ്രഗിരിയിൽസ് എന്താ സംഭവം, മേലെ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കണം. വീഡിയോ ഗൈസ് നോക്കൂ, ഇവിടെ എത്തിപ്പം ബിൽഡിംഗ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇവിടെ ഇതാണ് കുലുക്കം കേട്ടോ. ഇതാണ് അതിന്റെ സംഭവം. ഇറക്കം ഭയങ്കര സ്പീഡ് കേട്ടോ, കയറ്റവും സ്പീഡ് കുറവുള്ളൂ. ഇവിടെ സമാധാന റോഡ് ഉണ്ട്. എടാ ഇതാ മേലേക്ക് റോഡ്, അങ്ങോട്ട് റോഡുണ്ട്. പക്ഷെ ഇത് ഭയങ്കര മങ്ങല കേട്ടോ. ഇവിടെ പൊട്ടലും ഉണ്ട്. എന്നാ ഇതിലെന്നേക്കാ ഒക്കെ പറയുന്നു ഇവിടെ ഇറക്കൊന്നുമില്ല. ഇവിടെ ഇറക്കൂന്നേ. അമ്മയെ മേലോട്ട് കയറി ഭയങ്കര സ്പീഡ് ഇറക്കുന്നേ. ഓ ബമ്പ സ്പീഡ് ആട്ടാ. തന്നെ തുറക്കും. ഇന്നൊന്ന് തൊപ്പി എടുക്ക, ഇപ്പം തുറക്കും. നമ്മൾ എക്സിറ്റ് അടിച്ചോട്ടാ. ഒന്നുമില്ലല്ലോ, നോക്കിക്കേ സെവിനെ നോക്കണം. പ്രഭാന്നോ നമ്മൾ ഇറങ്ങിയിട്ടാണ് അടുത്ത ആൾ കയറാൻ വേണ്ടി അല്ലേ? കൊള്ളാം കേട്ടോ. സോറി സംഭവം കൊള്ളാം കേട്ടോ. ബാഗൊക്കെ ആയിട്ട് വന്നത് നന്നായി അല്ലേടാ? എന്തെങ്കിലുമൊക്കെ മേടിച്ച് കുടിക്കാം. സംഭവം കൊള്ളാം കേട്ടോ. നല്ല എ സി ഒക്കെയാണ്, തണുപ്പാണ്. ഇവിടെ നിന്ന് ആ കറക്റ്റ് സംഭവത്തിന്റെ ഒരു വിഷ്വൽ കിട്ടും കേട്ടോ. താഴോട്ട് ആൾക്കാരെ ഇറക്കി വിടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഇതേ ഇത് കണ്ടോ, കയറുന്ന ഇറങ്ങുന്ന ആ കറക്റ്റ് സെറ്റപ്പ് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഓർക്കുന്നില്ലല്ലോടാ. ടിക്കറ്റ് വേണം. ടിക്കറ്റുകൾ എന്തിയാടാ? ഫൈനലി ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം കേട്ടോ. ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് പോകണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവാണ്. യെസ് പോലിബി, നമുക്ക് പോകേണ്ട ഹോട്ടൽ ഇതാണ് കേട്ടോ. ഏതാ? അല്ലല്ല, ആ ചന്ദ്രഗിരി ലക്ഷറി 5 സ്റ്റാർ റിസോർട്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. 5 സ്റ്റാർ റിസോർട്ടിലോട്ടാണ് പോകുന്നത്. എടാ നേരത്തെ കണ്ടത് 5 സ്റ്റാർ റിസോർട്ട് ഹോട്ടലാടാ. എന്നാ അവിടെ പോയി താമസിക്കാം. ഈ കണ്ടി BMW വിക്കിക്ക, നമുക്ക് പോയി താമസിക്കാം ഒരു ദിവസത്തേക്ക്. അവരച്ചായേ അച്ചായേ ഇതിൽ നടന്നു പോകുന്ന നേരത്തെ ഇവിടെ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. മൗണ്ട് എവറസ്റ്റിന്റെ 7134 എമ്മിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. ഇവിടുന്ന് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് 8848 മിനിറ്റ് വരെ. അപ്പം നമുക്കൊന്നും കാണാൻ പറ്റില്ല, ക്ലൗഡി കാലാവസ്ഥയാ. ഫോഗ് കയറി കേട്ടോ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് എന്നാ പറ്റിടാ? മടുത്തു പോയാ? നോക്കൂ, ഈ കാണുന്നതാണ് ചന്ദ്രഗിരി 5 സ്റ്റാർ റിസോർട്ട് കേട്ടോ. ഇവിടെ ഒരു കുളിക്കടവുണ്ട്. അതെ അതെ, ഇതുണ്ട്. ഇവിടെ ഒരു കുളിക്കടവുണ്ട്, പിന്നെ റിസോർട്ട് സെറ്റപ്പ്. ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു. എന്ത് ഇതെന്നാ? ഇത് മറ്റേതാടാ? അല്ലല്ല, മറ്റേ എന്നാ പറയുന്നത്? ഗോൾഫ്. ഇത് വലിയ റിസോർട്ടാ കേട്ടോ, ഭയങ്കര. ആ നമ്മൾ രണ്ടും സ്വപ്നങ്ങളിൽ അല്ലേ? ഹായ്, എന്തൊരു ഉറക്കമായിരുന്നു അവിടെ കിടന്ന്. ഇനി പോവാട്ടോ നമ്മൾ നേരെ. ഹൈയസ്റ്റ് സിപ്പ് ലൈൻ ഇൻ കാഠ്മണ്ഡു. കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ആ സിപ്പ് ലൈന്, പിന്നെ അതുപോലെ സൈക്കിളൊക്കെ ചോട്ടി പോവാട്ടോ. ഓ ഭയങ്കര പൈസ കുറവ് കേട്ടോ, 250 രൂപ. ഇവിടെ ഭയങ്കര സെറ്റപ്പൊക്കെ ഉണ്ടല്ലോടാ, പാർക്കൊക്കെ ഉണ്ടല്ലോടാ. ഇതേ പാർക്ക്, ഫ്രീ പാർക്കോ? ഇവിടുന്ന് അവിടം വരെ, അവിടെ നിന്ന് ഇവിടം വരെയുള്ള സിപ്പ് ലൈനുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഇത് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഹിന്ദു ടെമ്പിളാണോ ബുദ്ധിസ്റ്റ് ടെമ്പിളാണോ? മേളിൽ കയറുമ്പോൾ അറിയാം കേട്ടോ. ഓ കൊള്ളാം. ഓ ഇത് കുറേ നടന്ന് കാണാൻ കേട്ടോ. ഇവിടുത്തെ എന്തോ ഏറ്റവും വലിയ വിശ്വാസമാണ് ഈ താക്കോല് കെട്ടുന്നത്, മനസ്സിലായിട്ടോ. കല്യാണം കഴിക്കാത്തവര് കെട്ടുന്ന സാധനം. വാട്ട് ഈസ് അബൌട്ട് ദിസ് ഹിസ്റ്ററി, ദിസ് വൺ? നോ ഐഡിയ. അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിരക്കാണ്. ഇവിടെ കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് നമുക്ക് ഹിമാലയൻ, അതായത് എവറസ്റ്റിന്റെ വ്യൂ പോയിന്റ് സംഭവങ്ങളൊക്കെ കിട്ടും. ടെമ്പിളിൻ്റെ അടുത്ത് കേട്ടോ. ഇവിടെ ടെമ്പിൾ ഉണ്ട്, പക്ഷെ ഇവിടെ ബുദ്ധിസ്റ്റ് രീതിയിലുള്ള വസ്ത്രധാരണം കേട്ടോ. അതിൻ്റെ അകത്ത് അങ്ങോട്ട് കയറാനാല് ചെരുപ്പ് വരണം, പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കൽ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഞങ്ങൾ ഈ കാണുന്ന ഇവിടുന്ന് നേരെ ഇപ്പുറം വ്യൂ പോയിന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് സഞ്ചരിക്കാം കേട്ടോ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ. ഗൈസ് ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇതേ ഈ കാണുന്ന ഇവിടെ ഒരു കിടിലൻ സ്റ്റാച്ചു ഉണ്ട്. ഞാൻ ഇതിൻ്റെ റൗണ്ട് ഒന്ന് നടക്കും കേട്ടോ. ഇവിടെയൊക്കെ കുറേ സ്ഥലത്ത് വ്യൂ പോയിന്റും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഈസ് റിയലി വെരി അമേസിങ്. കൊള്ളാം കേട്ടോ. വീഡിയോ എടുക്കാൻ സെറ്റപ്പ്, അതായത് ഫോൺ കറക്കി വീഡിയോ എടുക്കും കേട്ടോ. പുള്ളിയോട് വീഡിയോ എടുക്കുന്ന പാട്ട് വെച്ച് ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കിട്ടുന്ന ഒരു ടെമ്പിൾ ആട്ടോ, ഹിന്ദു ടെമ്പിൾ ആട്ടോ. നീ പറഞ്ഞ ശിവ ടെമ്പിൾ. ശിവ ടെമ്പിൾ. അതിന്റെ വീഡിയോ ഫോട്ടോഗ്രാഫി നോട്ട് അവൈലബിൾ അവിടെ ഇൻസൈഡ്. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും ഉള്ളിലെടുക്കാൻ പാടില്ല കേട്ടോ. അതാണ് സംഭവം. അവിടെ ഇപ്പോൾ അതുകൊണ്ട് എടുക്കാൻ സാധിക്കില്ല കേട്ടോ. അവിടെ സെബിനും അതുപോലെ തന്നെ റസാക്കിയുണ്ട്. ഞാൻ ലിവിന് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് കറക്റ്റായ ഗ്രാഹ്യമാണ്. വിദ്യാഭ്യാസം നീ പ്ലസ് ടു വരെ പോയതാ വായിക്കേ. വിദ്യാഭ്യാസം സെബിന. ഞാൻ 10ാം ക്ലാസ് ഉള്ളു. അപ്പൊ നീയാണിത്. ഗൈസ് ഇവിടെ വെള്ളം സംഭവം കാല് കഴുകും, ക്ഷേത്രത്തിൽ പോലുള്ള കാല് കഴുകാനുള്ള വെള്ളവും സംവിധാനവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു ഫോറസ്റ്റ് പോലെ ഒരു ഏരിയ ആട്ടോ. ഈ സംഭവം കൊള്ളാലോ. ഇതിൻ്റെ മേളിൽ കൂടെ സൈക്കിൾ ഓട്ടി നടക്കുന്നത്. ആ പെണ്ണ് സൈക്കിൾ ഓട്ടുന്ന അനുസരിച്ച് ഈ സംഭവം ഇങ്ങനെ നീങ്ങും കേട്ടോ. ഇത് കൊള്ളാലോ പരിപാടി. സിപ്പ് ലൈനിൻ്റെ വേറൊരു പരിപാടി ആട്ടോ. എന്നിട്ട് ഗോപ്രോ ഫ്രണ്ടിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വീഡിയോ. ഗോപ്രോ എന്തോ ഒരു എവല്യൂഷൻ ഉണ്ടാക്കിയൊരു സാധനം നോക്കി അല്ലേ. ഇപ്പം ഗോപ്രോ ആരും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഐഫോൺ. ഇങ്ങനെയുള്ള കാര്യത്തിന് മറ്റേ ഇത് ഗോപ്രോ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ സാധനമല്ലേ, എവിടെയും ഫിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നേരത്തെ അലോമെന്റും തെറ്റൂല, ഒന്നും തെറ്റൂല. വലിയ ക്യാമറ താഴെ എത്തിയാണ്. സെബിൻ എങ്ങനെയുണ്ടോ സൈക്കിൾ ഓട്ടി പോകുന്നത്? നിനക്ക് സൈക്കിൾ ഓട്ടണോ? എനിക്ക് സൈക്കിൾ ഓട്ടാൻ അറിയില്ല. അതല്ല എടാ, ആ സൈക്കിൾ ഓട്ടണോന്ന്. കൊള്ളാം. പലിശക്ക് പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണോ? 10%. എടാ ഇതാ ഈ കാണുന്ന ഇതില് സിപ്പിങ്, ഐറിസ് റിങ്, സ്വിമ്മിങ്, ജമ്പിങ് ഉണ്ടോ? ഫ്രീ ഫയറിലോ എന്ന് വെച്ചാൽ ഗൈസ് ഞങ്ങളുണ്ടല്ലോ കുറച്ച് താഴോട്ട് വന്ന് ഇവിടെ ഒരു കട കണ്ടു. ഒരു കുപ്പി വെള്ളം മേടിക്കണം കേട്ടോ. നല്ല ദാഹം. അഡഡാസ് പൊട്ടിച്ചു കേട്ടോ. ഇപ്പൊ അഡഡാസ് അല്ല ആർട്ടിഡാസ് ആയിട്ടോ. നിങ്ങളുടെ എല്ലാ വീഡിയോ 1994 ഇത് വാങ്ങിക്കുമ്പോൾ പുതുപുത്തനായിരുന്നു. ഓടോ തോമസ് ലീഗ് വരുന്ന സമയത്ത് ഞാൻ മേടിച്ചാ ഓടുന്നു. അല്ല പിന്നെ ഇത് നോക്കിയേ, ഓടാ ഒറിജിനൽ അഡഡാസ്. ഇതേ നോക്കി എത്ര വർഷം ചോട്ടി. അതിന്റെ സിഗ്നൽ വരെ ഉണ്ട്. 2 വർഷം ചോട്ടി. കാര്യമുണ്ട്. ഞങ്ങള് മറ്റേ ഈ 2 വർഷം ചോട്ടി. ഈ ബ്രാൻഡ് മേടിക്കാനുള്ള ഗുണം ഇതിന് മുമ്പേ മേടിച്ചത് ബ്ലൂ ആയിരുന്നു. അത് കംപ്ലൈന്റ് ആയി പോയിട്ട് ഭൂമിയെ കൊണ്ട് കൊടുത്തപ്പോ 1000 രൂപ ചവിട്ടുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം നിനക്കറിയോ, മണ്ടന്മാര് നമ്മളല്ല, അല്ല സോറി മണ്ടന്മാര് അവരല്ല, നമ്മളാ. 1000 രൂപയുടെ സാധനം 3000 രൂപയ്ക്ക് നമുക്ക് വിൽക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മള് വീണ്ടും 1000 കൊടുത്തു. 5000 അല്ല 4000 രൂപയുടെ സാധനം വീണ്ടും 1000 കൊടുത്ത് 5000 രൂപയായിട്ട് നമ്മൾ 2 എരിപ്പ് മേടിച്ചു. ഇതിന്റെ കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ബിസിനസ് ഈസ് ബിസിനസ്. അതിനകത്ത് കയറണോ? ആ സൈക്കിളിൽ ഓട്ടണോ? ചോദിക്കാം. വേണോ വേണ്ടയോ? അല്ല വേണോ? സൈക്കിളിൽ ഓട്ടണോ വേണ്ടയോ? പറ. ഈ കാണുന്ന ആ സൈക്കിള് ലിബിന് കയറണ്ട. അതെ, റസാക്കി സൈക്കിളിൽ ഓട്ടണോ? കാരണമുണ്ട്. എസ് ഓർണോ? വേണോ വേണ്ടയോ? നിനക്ക് പിന്നെ വേണം. ചവിട്ടും. നിങ്ങൾക്കോ? അത് ചെരുപ്പൊന്നും കമ്പൊക്കെ ആരോ തിന്ന കോണിന്റെ കമ്പും. അതായത് നമ്മൾ നേരത്തെ ഒരു ക്ഷേത്രമില്ലേ, അതെന്തോ ഹൈന്ദവ ഇതിലെന്തോ വലിയ ഇമ്പോർട്ടന്റ് ശിവൻ പാർവതി അങ്ങനെയുള്ള എന്തോ സെറ്റപ്പാണ്. ഞങ്ങൾ നോക്കിയിട്ടും ചോദിച്ചിട്ടൊന്നും കറക്റ്റ് മനസ്സിലായില്ല. വായിച്ചപ്പോ മനസ്സിലായത് ശിവൻ പാർവതിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അറിയില്ല. ഞങ്ങൾ കുറെ പേരോട് ചോദിച്ചോട്ടെ, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. ഞാനത് കാണിച്ചായിരുന്നു വീഡിയോയില്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണ്ടോ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഫൈനലി ഞങ്ങൾ ചന്ദ്രഗിരിയിൽ നിന്ന് നേരെ പോവുക കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഇവിടെ സ്നോഫോൾ പെയ്യുന്ന സ്ഥലമാട്ടോ ഈ ചന്ദ്രഗിരി. അത്യാവശ്യം നല്ല തിരക്കാട്ടോ. ഇപ്പം കയറിയ ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സമയം. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ടിക്കറ്റ് ആവശ്യം കേട്ടോ. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ല, ഒരാൾ ടിക്കറ്റും കൂടെ എന്ത് കിട്ടിയാ പോകാനുണ്ടല്ലോ. അത്യാവശ്യം തിരക്കുണ്ടേ. കേബിൾ കാറുകളൊക്കെ ഓരോന്ന് വന്നു തുടങ്ങി. ഞങ്ങൾ ഇന്നലെ ഫൈനലി ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകാൻ നല്ല സ്പീഡായിരിക്കും കേട്ടോ. നമ്മൾ നേരെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് കേട്ടോ പോകുന്നത്. ഇതാണ് ഇതിന്റെ സംവിധാനങ്ങൾ. ഞാൻ ആദ്യമായിട്ട് കയറുന്നത് കൊണ്ട് എനിക്ക് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നിനക്കുണ്ടായിരുന്നു ആദ്യമായിട്ട് കയറുന്നത്? നിനക്കുണ്ടായിരുന്നു? എനിക്കില്ല. നമുക്ക് കയറാനുള്ള കേബിൾ കാർ വന്നു.
യെസ് കേറിക്കോടാ. അറ്റം സീറ്റോ സൈഡ് സീറ്റോ ഏതെങ്കിലും ഒന്ന് പിടിച്ചോ. റസാക്കിനോട് വേഗം കയറാൻ പിടിയിടോ എന്റെ കൂടെ തരി. ഗൈസ് രക്ഷപ്പെട്ടു കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥാനത്തെ കയറി. നല്ല സ്പീഡാണുള്ള സാധ്യതയുണ്ട്. നിനക്കെന്നെ തോന്നുന്നത് ഇത് താഴോട്ട് നല്ല സ്പീഡ് മേലോട്ട്. പക്ഷേ ഒരു ആവറേജ് സ്പീഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡ് ആയിരിക്കും റോക്കിന് പ്രശ്നം. സിസ്റ്റം ഇതാണ് സിസ്റ്റം. ഓക്കെ 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 ഓക്കെ. റസാക്കെ നേരത്തെ എന്നോട് കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഞാൻ പൊട്ടനാണല്ലോ, അതുകൊണ്ട് മനസ്സിലാവൂല. അതുകൊണ്ട് എടുത്തു കാണിച്ചു തന്നിട്ട് കാർട്ടൂൺ പോലെ. അല്ല റസാക്ക എന്ത് ചെയ്യണ്ട, പൊട്ടനായി പോയില്ലേ? സാരമില്ല, നീ തിരുമ്പൊന്നും വേണ്ട. ഗൈസ് നോക്കൂ, നമ്മള് ഞാൻ പറഞ്ഞില്ലേ നല്ല സ്പീഡ് ഉണ്ടാവുന്നു. പോയി സംഭവം നല്ല സ്പീഡാ. ഞാൻ പറയുന്നത് നോക്കൂ. ഫൈനലി ഇനി എന്തായാലും താഴെ എത്തിയിട്ട് കാണാം കേട്ടോ. അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് ചെയ്തെന്നാ പറയുന്നത്, എങ്കിലും ഒന്ന് സ്റ്റാൻഡ് ചെയ്തേക്കാം. ഫൈനലി താഴോട്ടൊക്കെ നല്ല ഡെപ്താ കേട്ടോ. നോക്കിയേ എന്നാ ഡെപ്താന്ന് നോക്കിയേ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ കൂടെ സാധനം വട്ടം പോലത്തെ. ഈ ഒരു വടത്തെ സംബന്ധിച്ച് ഇക്കാ ഇത് വെറും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? ഇത് ഓൾറെഡി ലൈറ്റ് വെയിറ്റ് ആണ്. ഈ ഒരു വടത്തെ അതാ സംഭവം കേട്ടോ. താഴോട്ട് നല്ല വ്യൂ അല്ലടാ. കിട്ടില്ല വ്യൂ ആട്ടോ. ഒരെണ്ണം കേറി വരുന്നു, ഓരോന്നോരോന്നായിട്ട് കേറി വരുന്നുണ്ടോ. നോക്കിയേ, ഇതെന്നാ ആടിയെ. ഗൈസ് നോക്കൂ, ഇതെങ്ങനെ ആടിയെ. എല്ലാരും ഏറ്റിരുന്നില്ലേ ഒരു സൈഡിലോട്ടായില്ലേ. ഒരു പയ്യനതാ കയറി അവിടെ ഇരുന്ന് കാണാം കേട്ടോ. നോക്കൂ, നമ്മൾ ഇറങ്ങിപ്പോവാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ. കാറ്റ് നോക്കിയേ, വമ്പം കാറ്റാട്ടോ. പെടു അല്ല, പെടു അല്ലല്ലോ, കിടു. ഞാൻ പറഞ്ഞപ്പോ തെറ്റിപ്പോട്ടോ. ഗൈസ് നോക്കൂ, നല്ല രസം കേട്ടോ ഇതിലെ പോവാൻ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന സംഭവല്ലേ ഇതിന്റെ ഈ മറ്റേ ഈ ടവർ എത്താനത്തൊരു കുലുക്കോ കേട്ടോ. വേറെ കുലുക്കോ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ റസാക്ക? ഇത്തലെത്താനത്ത് ഇപ്പഴും പറഞ്ഞൊരു കുലുക്കോ കേട്ടോ. ഇതുണ്ടോ? ഇവിടെ നിന്നൊരു കുലുക്കോ ഉണ്ട്. ഇഷ്ടം പോലെ വരുന്നു പോകുന്നു. നമ്മൾ എന്തായാലും ഇനി നേരെ താഴെ കേട്ടോ. കൊള്ളാം അല്ലേടാ? കൊള്ളാം. ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതായത് നമ്മളങ്ങനെ കേബിൾ കാർ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്ന കേട്ടോ നമ്മുടെ നാട്ടിൽ വരുന്ന മിസിബുഷി പജീറോ സ്പോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് നമ്മുടെ നാട്ടിലേക്ക് മിസിബുഷി കൊണ്ടുവരുന്നുണ്ടോ. നമ്മുടെ വണ്ടി അതാ അങ്ങ് ദൂരെ കിട്ടിലൻ സൺസെറ്റിൻ്റെ സൈഡിൽ കിടക്കുന്നുണ്ടോ. തീർ ലുക്ക് കേട്ടോ. എങ്ങനെയാ സൺസെറ്റ്? എങ്ങനെയാ ഇക്ക സൺസെറ്റ്? ഇതാക്കാം സൺസെറ്റ് നോക്കൂ. ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ചെറുക്കൻ്റെ അടുത്തെത്തി. ഗൈസ് നോക്കൂ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലിപിന, ഇന്നത്തെ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ഗുഡ് ബൈ ഗൈസ്. നോക്കൂ, നാളെ ഇവർ പോവും. സെബിനും റസാക്കിയ നാട്ടിലേക്ക് പോവും. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് എന്തായാലും ഇനി 1 വീക്ക് ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു പോകാൻ പറ്റത്തുള്ളൂ ചൈനയിലേക്ക്. എന്തായാലും ബൈ ബൈ. നാളെ ഒരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതാണ്